ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സൂപ്പർ കൺമണിയുടെ ഇന്ന് ആരംഭിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കൊണ്ടും ഗംഭീരമാക്കാനായിട്ട് കൃപ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് മാനസ വരുന്നതായിട്ടോ. അങ്ങനെ കൃഷും മഹിബാലും കൃപയും കൂടി പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് കൃഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ കൃഷ്ണനോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മാനസ അങ്ങോട്ട് പോകുമ്പോഴത്തേനും കൃപയ്ക്ക് കാര്യം മനസ്സിലായി. അവളിവിടെ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. വീണ്ടും കൺമണി എത്താട്ടോ. അങ്ങനെ കൺമണിയും വീട്ടുകാരെത്തുമ്പോൾ സുജുവും സാഗറും അവരെ സ്വീകരിക്കുന്നു. കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കൺമണിയാണെങ്കിലോ മാനസയെ കാണുമ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിനായിട്ട് ശേഷം തന്നെ സുജുവും സാഗറും കൂടി സംസാരിക്കുന്നുണ്ട്. മാനസ ഇവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ സാഗർ, എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് പറയുന്നു. താൻ പേടിക്കേണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഗോകുലും അമ്മായിയും അച്ഛനും കൺമണി കൂടെ സംസാരിക്കുന്ന സമയത്ത് തന്നെ മാനസ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേറെ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അങ്ങനെ തന്നെ ഗോകുല് പറയുന്നുണ്ട്, മാനസ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വരുണും ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് സൂക്ഷ്മതയോടുകൂടി നിൽക്കണം, കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ വരുണ്. വീണ്ടും തന്നെ ആ ഫംഗ്ഷൻ തുടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴത്തേനും മാനസ ശ്രീദേവിയോട് പറയുന്നുണ്ട്, വലിയൊരു ബോംബ്, നീ പ്രതീക്ഷിച്ചതിന് മേലെ ഒരു ബോംബ് ഇവിടെ പൊട്ടാനായിട്ട് പോകുന്നു, കാത്തിരുന്ന് കണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരുടെ പ്ലാനിങ് ആണോ കൺമുന്നിയുടെ വിജയമാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് കേട്ടോ.